നമസ്കാരം. കൊറ്റൻകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ ചമയവിളക്ക് എന്ന ആചാരവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ നടക്കുന്നതായി പല വീഡിയോകളിലൂടെ ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. എന്താണ് ആ ചമയവിളക്കിന് പിന്നിലുള്ള വിശ്വാസം എന്ന് അറിയാത്തവരാണ് അവിടെ വരുന്ന ബഹുഭൂരിപക്ഷം ആളുകളും. വിശ്വാസികളോട് ചോദിച്ചാൽ പോലും മാക്സിമം ആളുകളും മാനത്തേക്ക് നോക്കും. എന്താണ് ഇതിന് പിന്നിലെ ഐതിഹ്യമെന്ന് അവർക്ക് അറിയില്ല. ആദ്യം അതിനെക്കുറിച്ചൊന്ന് ചെറുതായിട്ട് പറയാം. കൊറ്റൻകുളങ്ങര ഭഗവതി ക്ഷേത്രമായിട്ട് നമ്മൾ ഇന്ന് കാണുന്ന പ്രദേശത്ത് വർഷങ്ങൾക്ക് മുൻപ്, അതായത് ഇവിടെ ക്ഷേത്രം ഉണ്ടാകുന്നതിന് മുൻപ് കുറച്ച് പുല്ലും ഒക്കെ ആയിട്ട് കിടക്കുന്ന ഒരു പ്രദേശമായിരുന്നു. അവിടെ ഒരു ഭൂതക്കുളം എന്ന് പറഞ്ഞൊരു കുളമൊക്കെ ഉണ്ട്. അപ്പോൾ ആ പ്രദേശത്ത് കുറച്ച് ചെറിയ ആൺകുട്ടികൾ കാലികളെ മേയ്ക്കാൻ വരുന്നതിനിടയിൽ ഒരു ഉണക്ക തേങ്ങ അവർക്ക് കിട്ടി. തെങ്ങിൽ നിന്നോ മറ്റോ വീണ് കിട്ടിയതാണ്. ആ ആൺകുട്ടികൾ അവിടെ ഉയർന്നു നിന്നിരുന്ന ഒരു കല്ലിൽ ഇടിച്ച് അത് പൊട്ടിക്കാൻ ശ്രമിക്കവേ അതിൽ നിന്നും വെള്ളത്തിന് പകരം രക്തം ഒലിച്ചു വന്നു. അപ്പോൾ കുട്ടികൾ പെട്ടെന്ന് പേടിച്ച് മുതിർന്നവരോട് ചെന്ന് പറഞ്ഞു. മുതിർന്നവർ എല്ലാം കൂടെ പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ അത് വനദുർഗയുടെ സാത്വിക ഭാവം കുടികൊള്ളുന്ന ഒരു പ്രദേശമാണ്. അത് നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി അവിടെ ഒരു ക്ഷേത്രം പണിയുന്നത് നല്ലതാണ്, ഉചിതമാണ് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്ഷേത്രം പണിതത്. അപ്പോൾ ആ തേങ്ങ, ഉണക്ക തേങ്ങയെ ഈ കൊട്ട തേങ്ങ എന്ന് പറയുമല്ലോ, അപ്പോൾ കൊറ്റൻ, ആ ഒരു വാക്കിലൂടെയാണ് കൊറ്റൻകുളങ്ങര എന്നുള്ള ഒരു പേരൊക്കെ അവിടെ വന്നത്. ഏതായാലും അതിലേക്കൊന്നും കടക്കുന്നില്ല. ഏതായാലും അതിങ്ങനെ ഒരു വനപ്രദേശം പോലെ കിടന്ന സ്ഥലമായതിനാൽ സന്ധ്യാസമയത്തൊക്കെ പെൺകുട്ടികൾക്ക് അതുവഴി യാത്ര ചെയ്യാൻ ഭയമായിരുന്നു. അതുകൊണ്ട് വിളക്കെടുക്കാൻ വേണ്ടി ഈ കൊച്ചു ആൺകുട്ടികൾ പെൺകുട്ടികളുടെ വേഷത്തിൽ അണിഞ്ഞൊരുങ്ങി വിളക്കെടുക്കുന്ന ഒരു ആചാരം അവിടെ അവർ തുടങ്ങി വെച്ചു. അതിൻ്റെ ഒരു വിശ്വാസത്തിലാണ് ഇപ്പോഴും ചമയവിളക്ക് എന്ന ഒരു പേരിൽ ആണുങ്ങൾ, പുരുഷന്മാർ അവിടെ വന്ന് വിളക്കെടുക്കുന്നത്. തടിയിലുണ്ടാക്കിയ ഒരു പ്രത്യേകതരം വിളക്കാണ് എടുക്കുന്നത്. അതൊരു ആചാരമാണ്. എന്താഗ്രഹിച്ചാലും സാധിക്കും, അല്ലെങ്കിൽ ആഗ്രഹം സാധിച്ചാൽ വിളക്കെടുക്കാം എന്നൊക്കെ നേരുന്ന പുരുഷന്മാരുണ്ട്. അതൊരു വിശ്വാസത്തിൻ്റെയും ആചാരത്തിൻ്റെയും ഒക്കെ ഭാഗമായിട്ട് വരുന്ന സംഭവമാണ്. എല്ലാ വർഷവും ഇത് നടക്കുമ്പോൾ അവിടെ ആളാകാൻ വേണ്ടി, അല്ലെങ്കിൽ അവിടെ ഒരു ഷോയ്ക്ക് വേണ്ടി എത്തുന്ന കുറേ ആളുകളുണ്ട്. പ്രധാനമായിട്ടും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അതിന് മുൻകൈ എടുക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അന്നത്തെ ദിവസം കമ്മിറ്റിക്കാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. പല വീഡിയോയിലും ഒരുപാട് പേർ കമ്മിറ്റിക്കാരെ കുറ്റം പറയുന്നതായിട്ട് കണ്ടു. അവിടെ വരുന്ന ആർക്കും തൊഴാനുള്ള അവസരമുണ്ടല്ലോ, ഭഗവതിക്ക് മുന്നിൽ അങ്ങനെ വേർതിരിവ് വല്ലതും ഉണ്ടോ, കമ്മിറ്റിക്കാരാണോ തീരുമാനിക്കുന്നത്? ഒരു കാര്യമുണ്ട്, ഈ ചമയവിളക്ക് എന്ന് പറയുന്ന ഒരു ആചാരം യഥാർത്ഥ പുരുഷന്മാരുടെ അവയവങ്ങളോട് കൂടിയ പുരുഷന്മാർ ആ തടിവിളക്കെടുത്ത് അവർ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുന്ന ഒരു ചടങ്ങാണ് ചമയവിളക്ക്. അതല്ലാത്ത സമയങ്ങളിലോ ദിവസങ്ങളിലോ ഒക്കെ എല്ലാവർക്കും അവിടെ ചെന്ന് തൊഴാനും എടുക്കാനും ഒക്കെയുള്ള അവസരമുണ്ട്. പക്ഷെ അപ്പോഴൊന്നും പോകാതെ ഈ ദിവസം നോക്കി മാത്രം അവിടെ വരുമ്പോൾ അതൊരു കൺഫ്യൂഷൻ ഈ കമ്മിറ്റിക്കാർക്കൊക്കെ ആണെങ്കിലും ഉണ്ടാക്കും, എല്ലാവരിലും ഉണ്ടാക്കും. യഥാർത്ഥ സ്ത്രീകൾ ഏതാണ്, പുരുഷന്മാർ സ്ത്രീവേഷം കെട്ടിയത് ആണോ, അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സ് ആണോ, ഇതൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരിക്കും അന്ന് അവിടെ ഉള്ളത്. ഈ തിരക്കിനിടയിൽ അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്താണ് യഥാർത്ഥ വിശ്വാസികൾ ചെയ്യേണ്ടത്? യഥാർത്ഥ വിശ്വാസത്തോടെയാണ് ആ ക്ഷേത്രത്തിൽ ചെല്ലുന്നതെങ്കിൽ അവരെന്താ ചെയ്യേണ്ടത്? മാറി നിന്ന് കൊടുക്കുക എന്നുള്ളതാണ്. ആ ആചാരത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരാണ്, അതിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ നമ്മൾ അതിന് ഉള്ള ആളുകളല്ല, അല്ലെങ്കിൽ അതിനു വേണ്ടി വന്നവരല്ല, ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളല്ല എങ്കിൽ മാറി നിന്ന് കൊടുക്കുക എന്നുള്ള ഒരു സാമാന്യ മര്യാദ പാലിക്കേണ്ടതല്ലേ? പലരും ചെന്ന് അവിടെ നിൽക്കുന്നത് ബാക്കിയുള്ള ആണുങ്ങൾക്കൊക്കെ കൂടെ നിന്ന് സെൽഫി എടുക്കാനും അവിടെ ഒരു അനാവശ്യ തിരക്കുണ്ടാക്കാനുമാണ്. ആ അനാവശ്യ തിരക്ക് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതല്ലേ? അല്ലെങ്കിൽ തന്നെ അതിനുള്ള ഒരു സ്ഥലമാണോ അത്? എനിക്ക് എപ്പോഴും സംശയം തോന്നുന്ന ഒരു കാര്യമാണ്. ലോകത്ത് വേറെ എങ്ങും കാണാൻ കഴിയാത്ത അപൂർവമായിട്ടുള്ള, അത്യപൂർവമായിട്ടുള്ള ആചാരങ്ങളൊക്കെയുള്ള ഒരു ക്ഷേത്രമാണത്. അങ്ങനെ ഒരു ആചാരമാണ് ഈ ചമയവിളക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം കൊടുത്ത്, മര്യാദ കൊടുത്ത്, ബഹുമാനം കൊടുത്ത് അത് പിന്തുടരേണ്ട, അല്ലെങ്കിൽ അത് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി ഒതുങ്ങി നിൽക്കേണ്ട ഒരു സാമാന്യ വിവരം നമ്മൾ ഓരോരുത്തരും കാണിക്കണം. യഥാർത്ഥത്തിൽ ചെറിയ ആൺകുട്ടികൾ പെൺവേഷം കെട്ടി എടുത്തിരുന്ന വിളക്കാണ് ഇന്നിപ്പോൾ മുതിർന്ന പുരുഷന്മാരും എടുക്കുന്നത്. ഇതിനൊക്കെ പിറകിലെ വിശ്വാസം എന്തായിരുന്നു, ഐതിഹ്യം എന്താണ് എന്നൊക്കെ അറിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ ഇത്തരം ചടങ്ങുകളോട് കൂറ് കാണിക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവരും ഇതൊന്നും അറിയാതെ അവിടെ ചെന്ന് ഷോ നടത്തുന്നവരും ഒന്ന് അതറിയാൻ ശ്രമിക്കുക.
ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാരായവർ സർജറിക്കൊക്കെ ശേഷം സ്ത്രീകളായവരാണ്. അപ്പോൾ അവർക്ക് നിലവിലുള്ളത് സ്ത്രീകളുടെ അവയവങ്ങളാണ് എങ്കിൽ, ലൈംഗിക അവയവങ്ങളാണെങ്കിൽ അവർക്ക് ഒരു കാരണവശാലും വിളക്കെടുക്കാൻ പറ്റില്ല. ആചാരപ്രകാരം അന്ന് പ്രത്യേകമായിട്ട് ഒരു വിളക്ക് ദേവിക്ക് എനിക്ക് കാഴ്ചവെക്കണം, ദേവിക്ക് സമർപ്പിക്കാൻ വേണ്ടി വന്നതാണെന്നൊക്കെ പറഞ്ഞ് തിരിയിട്ട വിളക്കുമായി പോകുന്നു. ഇതൊക്കെ അനാവശ്യ ഷോ അല്ലേ? അല്ല, അന്നത്തെ ദിവസം ആ ഒരു തിരക്കിനിടയിൽ ഇത്തരം പ്രദർശനങ്ങൾ നടത്തേണ്ട കാര്യമുണ്ടോ? ആരെയും മനസ്സ് നോവിപ്പിക്കാനോ മാറ്റി നിർത്തിയോ സംസാരിക്കുന്നതല്ല. സ്ത്രീകളാണെങ്കിലും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും ആ ഒരു ദിവസത്തേക്ക് കുറച്ചൊരു മര്യാദ കാണിക്കാം. പിന്നെ ഈ സ്ത്രീവേഷം കെട്ടിവരുന്ന പുരുഷന്മാരാണെങ്കിലും വലിയ രീതിയിലുള്ള ബഹളമൊക്കെ അവിടെ കിടന്ന് ഉണ്ടാക്കുന്നത് കേട്ടു. അതെന്താ, വിളക്കെടുക്കുന്നവർക്ക് മാത്രമേ തൊഴാൻ പറ്റുള്ളൂ, വിളക്കെടുക്കാതെ ആർക്കും വന്നുകൂടെ? ഈ ചമയവിളക്ക് എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാത്തതിൻ്റെ പ്രശ്നമാണ് ഇവരിൽ ഭൂരിഭാഗം പേർക്കുള്ളത്. എന്താണിതെന്ന് അറിയില്ല. വെറുതെ അന്നത്തെ ഒരു ദിവസം വെറുതെ അങ്ങനെ ഒരു പെൺവേഷം കെട്ടി വരാൻ ഉള്ള ഒരു ലൈസൻസ് എന്ന രീതിയിൽ ചിന്തിക്കുന്ന ആളുകളുമുണ്ട് എന്നത് ദുഃഖകരമാണ്. ഇതൊക്കെ ഒരു വിശ്വാസം. അതുമാത്രമല്ല, ഈ വിളക്കെടുക്കുന്ന പുരുഷന്മാരൊക്കെ കൃത്യമായിട്ടുള്ള വ്രതശുദ്ധിയോട് കൂടി അവരുടെ മനസ്സിൽ ഒരു ശുദ്ധമായ ഒരാഗ്രഹത്തോടു കൂടിയാണ് അവർ വരുന്നത്. ആ ആഗ്രഹം നിറവേറ്റുന്നതിനായി, അല്ലെങ്കിൽ ഭഗവതി നിറവേറ്റിക്കൊടുത്ത ആഗ്രഹത്തിനുള്ള ഒരു നന്ദി സൂചകമായൊക്കെ വിളക്കെടുക്കുന്നവരാണ്. അപ്പോൾ അതിൻ്റെ ബഹുമാനം കൊടുക്കുക എന്നുള്ള ഒരു എളിയ അഭിപ്രായം എനിക്കുണ്ട്. ഇപ്പോൾ ഓരോ ക്ഷേത്രത്തിലെ ആചാരങ്ങളെ സംബന്ധിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഒരു കുലസ്ത്രീ ഇരുന്ന് ആചാരമര്യാദകൾ പഠിപ്പിക്കുകയാണ്, അങ്ങനെ ഒരു തോന്നലൊക്കെ ഉണ്ടാകുന്ന തരത്തിലുള്ള കമൻറ്റുകൾ എൻ്റെ ശ്രദ്ധയിലും പെട്ടു. അങ്ങനെയൊന്നും ആരും വിചാരിക്കേണ്ട. ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു ഗവേഷണം നടത്തി അറിയാവുന്ന ആളുകളോട് ചോദിച്ചിട്ടാണ് ഇതിന് പിന്നിലെ ഐതിഹ്യങ്ങളൊക്കെ കണ്ടെത്തുന്നതും അതങ്ങനെയല്ലല്ലോ ഇങ്ങനെയാണല്ലോ എന്ന് നേരിട്ട് നമ്മുടെ മുന്നിൽ തെളിയുന്ന സംഭവങ്ങളിലൂടെ ബോധ്യപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് ആർക്കെങ്കിലും വേണ്ടി സംസാരിക്കുന്നതല്ല, ആരെങ്കിലും വേദനിപ്പിക്കാൻ വേണ്ടിയും സംസാരിക്കുന്നതല്ല. പല പ്രശ്നങ്ങളും നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്നതാണ്. കഴിഞ്ഞ ദിവസം ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു സമാധാനത്തിൻ്റെ അന്തരീക്ഷമൊക്കെ നിലനിൽക്കേണ്ട ക്ഷേത്രങ്ങളിൽ കൂടുതലും ഇങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മനുഷ്യരുടെ സ്വാർത്ഥത കൊണ്ടും അഹങ്കാരം കൊണ്ടും ഒക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അത്തരം പ്രശ്നങ്ങൾ നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. ആ ക്ഷേത്രത്തിൽ നിലനിൽക്കുന്ന ഒരു ഭക്തിയുടെ അന്തരീക്ഷമില്ലേ, അതിനെ കളങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റവും നമ്മുടെ ആരുടെയും ഭാഗത്തു നിന്നുണ്ടാകേണ്ടെങ്കിൽ ഓരോ ആചാരങ്ങളെക്കുറിച്ചും കൃത്യമായിട്ട് നമുക്ക് ബോധമുണ്ടായിരിക്കണം. ആരെങ്കിലും എന്തിനെങ്കിലും നിർബന്ധം പിടിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവിടുത്തെ കമ്മിറ്റിക്കാരൊക്കെ പറയുകയാണ് ഇങ്ങനെയല്ല അങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് അവരങ്ങനെ പറയുന്നു എന്ന് ചിന്തിക്കാനുള്ള ഒരു ബോധം നമുക്കുണ്ടാകണം. നമ്മുടെ ഒരു പ്രശസ്തിയോ പേരോ നമ്മുടെ സൗന്ദര്യമോ പ്രദർശിപ്പിക്കാനുള്ള ഇടമായിട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരെല്ലാം കാണണം, എന്നെ ശ്രദ്ധിക്കണം, എൻ്റെ ഒപ്പം വന്ന് നിന്ന് സെൽഫി എടുക്കണം, ആ 10 പേര് ശ്രദ്ധിക്കാൻ വേണ്ടിയുള്ള ഇടമായിട്ട് ഇത്തരം ആചാരങ്ങളെ കാണരുത്. ഇത്തരം ആചാരങ്ങൾ നടക്കുന്ന സന്ദർഭങ്ങളെ നിങ്ങൾ ഉപയോഗിക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. കഴിഞ്ഞ ദിവസം നമ്മുടെ കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ടിനെ കുറിച്ച് പറഞ്ഞതുപോലെ അങ്ങനെയൊക്കെയുള്ള മുതലെടുപ്പിനുള്ള സന്ദർഭങ്ങളായിട്ട് അത് ഉപയോഗിക്കാതിരിക്കുക. അത് കാണുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്.